കട്ടപ്പന ടൗൺ വാർഡ് കൗൺസിലർ ബേബി കുര്യനെ നഗരസഭ അസിസ്റ്റന്റ് എഞ്ചിനീയർ അസഭ്യം പറഞ്ഞതായുള്ള പരാതി സംബന്ധിച്ച് അടിയന്തര കൗൺസിൽ യോഗത്തിൽ LDF പ്രതിഷേധം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട് കട്ടപ്പന, ചെറുതോണി, അനക്കര, ഏലപ്പാറ. സെക്രട്ടറി തയ്യാറാക്കിയ റിപ്പോർട്ട് ഏകപക്ഷീയമാണെന്നാരോപിച്ച് പ്രതിപക്ഷ കൗൺസിലർമാർ പ്രതിഷേധിച്ചു. സബ് കമ്മിറ്റി രൂപീകരിച്ച് വിഷയത്തിൽ വീണ്ടും അന്വേഷണം നടത്തുമെന്ന് ചെയർപേഴ്സൺ ജോയി വെട്ടിക്കുഴി അറിയിച്ചു. 13-ാം തീയതി മുനിസിപ്പാലിറ്റിയിൽ മുനിസിപ്പൽ കൗൺസിലർ ശ്രീ ബേബി കുര്യനും അതോടൊപ്പം തന്നെ നഗരസഭ അസിസ്റ്റന്റ് എഞ്ചിനീയർ അജ്മലും തമ്മിൽ ഉണ്ടായ ഒരു സംഭാഷണം അത് വളരെ നിർഭാഗ്യകരമായി പോയി. ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ശ്രീ ബേബി കുര്യൻ അദ്ദേഹത്തിൻ്റെ മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ AEയുടെ ഭാഗത്തു നിന്നും വളരെ ക്ഷുഭിതനായുള്ള ഒരു സംസാരം ഉണ്ടായത്. ശോഭിച്ച് രണ്ടുപേരും സംസാരിച്ചു എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ AEയെ സംബന്ധിച്ചിടത്തോളം ഒരു ജനപ്രതിനിധിയോടെ നേരെ അല്ലെങ്കിൽ പറയേണ്ട രീതിയിലുള്ള ഒരു പദപ്രയോഗമല്ല നടന്നത് എന്നുള്ള കാര്യത്തിൽ അതിന് രണ്ടഭിപ്രായമില്ല. പക്ഷേ നമ്മൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് ഒരു മുനിസിപ്പാലിറ്റി പോലെയുള്ള ഒരു സ്ഥാപനമാകുമ്പോൾ അത് പരമാവധി രമ്യമായി അതൊക്കെ പരിഹരിക്കപ്പെട്ട് പോകാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതെങ്കിലും ഭാഗത്തു നിന്ന് അപാകതകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള അപാകതകൾ അത് ബോധ്യപ്പെടുത്തി അത് മേലിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള നിലയിൽ അതിന് ആവശ്യമായ വാണിംഗ് കൊടുത്ത് അത് പോകുന്ന ഒരു രീതിയാണ് നമുക്ക് ഇക്കാര്യത്തിൽ സ്വീകരിക്കാൻ കഴിയുന്നത്. ചെയർമാൻ എന്നുള്ള നിലയിൽ എനിക്ക് 13-ാം തീയതി തന്നെ 2 ആളുകളും പരാതി തന്നിരുന്നു. ഞാൻ 14-ാം തീയതി വൈകുന്നേരം ഒരു 4 മണിക്ക് ഈ ബന്ധപ്പെട്ട ഇരു കക്ഷികളുമായിട്ട് ഒന്ന് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വേദി ഒരുക്കുന്നതിനുള്ള ശ്രമം നടത്തുകയുണ്ടായി. എന്നാൽ LDF മെമ്പർമാർ 14-ാം തീയതി രാവിലെ തന്നെ അടിയന്തര കൗൺസിലിന് വേണ്ടി നോട്ടീസ് നൽകി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ അടിയന്തര കൗൺസിലിൽ നമുക്ക് പോകേണ്ട കാര്യമുണ്ടോ, നമുക്ക് ഈ കാര്യമൊന്ന് ഒരു പരസ്പര ധാരണയോടുകൂടി തീർക്കുന്നതിനൊരു ശ്രമം നടത്തുന്നതല്ലേ നല്ലത് എന്നുള്ള അഭിപ്രായം ഞാൻ പറയുകയുണ്ടായി. ആദ്യം അടിയന്തര കൗൺസിൽ നടക്കട്ടെ, അടിയന്തര കൗൺസിൽ കഴിഞ്ഞതിന് ശേഷം അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ആലോചിക്കാം എന്നാണ് എന്നോട് അതിന് മറുപടി പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 14-ാം തീയതി വൈകുന്നേരം നടത്താനിരുന്ന ഒരു കൺസീലിയേഷൻ ടോക്ക് അത് നമുക്ക് നടത്തുവാൻ കഴിഞ്ഞില്ല. അവരുടെ പ്രതിപക്ഷം നൽകിയ അടിയന്തര കൗൺസിൽ നോട്ടീസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ മീറ്റിംഗ് നടന്നത്. ആ മീറ്റിങ്ങിനകത്ത് ഉണ്ടായ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഒരു സബ് കമ്മിറ്റി ഈ വിഷയങ്ങളെ സംബന്ധിച്ച് ഒരു പഠനം നടത്തി ഇരു കക്ഷികളുമായി ഒന്ന് സംസാരിച്ച് രമ്യമായി പരിഹരിക്കാൻ കഴിയുന്ന ഏതെങ്കിലും സാഹചര്യമുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. അത് പരിശോധിച്ചിട്ട് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നടപടികളുമായി മുമ്പോട്ട് പോയാൽ മതി എന്ന ഒരു ഭൂരിപക്ഷ അഭിപ്രായമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് സ്റ്റിയറിംഗ് കമ്മിറ്റിയും ആ സ്റ്റിയറിംഗ് കമ്മിറ്റി ആണ് സബ് കമ്മിറ്റിയായി നിശ്ചയിച്ചിട്ടുള്ളത്. ആ സബ് കമ്മിറ്റിയിലേക്ക് പ്രതിപക്ഷത്ത് നിന്ന് ആരെയെങ്കിലും മെമ്പർമാരെ ഉൾപ്പെടുത്തണമെന്ന് അവർക്ക് അഭിപ്രായമുണ്ട് എങ്കിൽ അത് പറഞ്ഞാൽ അവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് രൂപീകരിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ നോമിനികൾ ഉണ്ടായില്ല എങ്കിൽ സ്റ്റിയറിംഗ് കമ്മിറ്റി മാത്രം ചേർന്നുകൊണ്ട് ഈ കാര്യങ്ങളൊന്ന് പരിശോധിച്ച് ഇരു കക്ഷികളെയും കേട്ട് രമ്യമായി പ്രശ്നം പരിഹരിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ശ്രമം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് മുനിസിപ്പൽ കൗൺസിൽ ഇന്ന് തീരുമാനമെടുത്തിട്ടുള്ളത്. ഉദ്യോഗസ്ഥനെതിരെ സർവീസ് ചട്ടപ്രകാരം നടപടി സ്വീകരിക്കണമെന്ന് LDF കൗൺസിലർമാർ യോഗത്തിൽ ആവശ്യപ്പെട്ടു. അസിസ്റ്റന്റ് എഞ്ചിനീയർ അസഭ്യം പറഞ്ഞത് അംഗീകരിക്കാനാകില്ലെന്ന് ചെയർപേഴ്സണും UDF BJP കൗൺസിലർമാരും വ്യക്തമാക്കി. ഇതിനുശേഷം സെക്രട്ടറി അന്വേഷണം നടത്തി തയ്യാറാക്കിയ റിപ്പോർട്ട് ചെയർപേഴ്സൺ വായിച്ചു. എന്നാൽ ഉദ്യോഗസ്ഥന്റെ നടപടിയെ വെള്ളപൂശുന്ന പരാമർശങ്ങളാണ് റിപ്പോർട്ടിലുള്ളതെന്ന് LDF കൗൺസിലർമാർ ആരോപിച്ചു. കട്ടപ്പന നഗരസഭയുടെ അടിയന്തര ജനറൽ കൗൺസിൽ യോഗം കഴിഞ്ഞപ്പോൾ ഇറങ്ങി വരികയാണ് എന്നത്. കട്ടപ്പന നഗരസഭ 17-ാം വാർഡ് ടൗൺ വാർഡ് കൗൺസിലർ ശ്രീ ബേബി കുര്യന് എതിരായി അദ്ദേഹത്തിൻ്റെ വാർഡിൽ നിലനിൽക്കുന്ന അനധികൃത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പ്രത്യേകിച്ച് നമുക്കറിയാം പഴയ ബാല ഹോസ്പിറ്റൽ കെട്ടിട വരുന്നതിൻ്റെ പുറകിലായി ഇന്ന് അനധികൃതമായ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രേഖാമൂലം കേസ്മാർട്ട് വഴി കൊടുത്ത പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൻ്റെ വാർഡിലെ വോട്ടർമാർ അഭ്യർത്ഥന മാനിച്ച് ബഹുമാനപ്പെട്ട AEയെ കണ്ട് സംസാരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം അമാന്യമായി അദ്ദേഹത്തോട് സംസാരിച്ചു എന്നുള്ള പരാതി ചർച്ച ചെയ്യുന്നതിന് വേണ്ടി കൗൺസിലിനും
സെക്രട്ടറിക്കും ചെയർമാനും കത്ത് നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ നിയമപരമായ നടപടിക്കും നീങ്ങിയിരുന്നു. ഈ ഘട്ടത്തിൽ അത് സംബന്ധിച്ച് ഇന്ന് യോഗം വിളിച്ചു ചേർത്തപ്പം വാദി പ്രതിയാകുന്ന രൂപത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് നഗരസഭാ സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൗൺസിലിൽ വെച്ചത്. പരാതിക്കാരനായ ആൾക്ക് വേണ്ടി ഞങ്ങൾ എത്തുമ്പോൾ പരാതിക്കാരനെ പ്രതിപട്ടികയിൽ നിർത്തുന്ന രൂപത്തിലുള്ള ഒരു വ്യാജ റിപ്പോർട്ട് തയ്യാറാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് വരുത്തുന്ന രൂപത്തിലുള്ള ഒരു സമീപനമാണ് സ്വീകരിച്ചത്. ഇത് തികച്ചും അപലപനീയമാണ്. ഇത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. കേരള സർവീസ് റൂൾ അനുസരിച്ചുള്ള നിയമപരമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഈ കാര്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൗൺസിലർമാർ മുന്നോട്ട് പോകാനും നിയമ നടപടിക്ക് ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കാനാണ് താൽപര്യപ്പെടുന്നത്. തുടർന്ന് കൗൺസിൽ യോഗം ബഹിഷ്കരിച്ചു. ഉദ്യോഗസ്ഥനെ സംരക്ഷിച്ചുള്ള പരാമർശങ്ങളടങ്ങിയ റിപ്പോർട്ട് അംഗീകരിക്കില്ലെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും കൗൺസിലർമാരായ വി.ആർ. സജി, കെ.പി. സുമോദ്, ഷാജി കൂത്തോടിയിൽ, സി.ആർ. മുരളി, ബേബി കുര്യൻ തുടങ്ങിയവർ അറിയിച്ചു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹോം അപ്ലയൻസുകൾക്കും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുകൾക്കും പുറമെ 52,000-ലധികം എസൻഷ്യൽ പ്രോഡക്റ്റുകൾ ഉൾപ്പെടുത്തി ഏറ്റവും വലിയ ഷോപ്പിംഗ് എക്സ്പീരിയൻസിനെ ഹൈ റേഞ്ച് ഹൈപ്പർമാർട്ട് ഷോറൂമിലൂടെ ഏറ്റവും വലിയ കളക്ഷനുകളും മറ്റാർക്കും നൽകാനാവാത്ത ഓഫറുകളും ഉൾപ്പെടുത്തി ഫാം ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, മീറ്റ്സ്, ഗ്രോസറി, ക്രോക്കറി, ഗിഫ്റ്റ് ഐറ്റംസ്, കിച്ചൺ അപ്ലയൻസുകൾ, ബ്യൂട്ടി പ്രോഡക്റ്റുകൾ, ഇന്ത്യയിലുടനീളമുള്ള എല്ലാ ബ്രാൻഡുകളുടെയും ഹോം അപ്ലയൻസുകൾ, മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പ് എന്നിങ്ങനെ എല്ലാം ഒരിടത്ത് ഒന്നിക്കുന്നു. മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ. ഇനി പലയിടത്തല്ല, എല്ലാം ഒരിടത്ത്. ഹൈ റേഞ്ച് ഹൈപ്പർമാർട്ട്, കട്ടപ്പന, ചെറുതോണി, അനക്കര, ഏലപ്പാറ.